മരണപ്പെട്ടെന്ന് കരുതി ശവസംസ്കാരം ചെയ്ത് 11 ദിവസം കല്ലറയ്ക്കുള്ളിൽ കിടന്ന പെൺകുട്ടി. 2011 ജനുവരി 28-ന് ബ്രസീലിയൻ സ്വദേശിനിയായ റൊസാഞ്ചല ഡോസ് സാന്റോസ് 37 വയസ്സുകാരി സെപ്റ്റിക് ഷോക്ക് മൂലം മരിച്ചതായി മരണ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തി. അവൾക്ക് 2 തവണ ഹൃദയാഘാതം സംഭവിച്ചതായും രേഖയിലുണ്ട്. അടുത്ത ദിവസം അവളെ സെൻഹോറ സന്താന സെമിത്തേരിയിൽ സംസ്കരിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം സെമിത്തേരിക്ക് സമീപം താമസിക്കുന്നവർ റോസാഞ്ചലയുടെ കല്ലറയിൽ നിന്ന് നിലവിളികളും ഞെരുക്കങ്ങളും കേട്ടതായി പറഞ്ഞു. ആദ്യം അത് യാഥാർത്ഥ്യമല്ലെന്ന് കരുതിയെങ്കിലും ശബ്ദം തുടർന്നതോടെ കുടുംബം സംശയിച്ചു. 11-ാം ദിവസം അവർ കല്ലറ തുറന്നു നോക്കി. ശവപ്പെട്ടി പുറത്തെടുത്തപ്പോൾ മൃതദേഹം ഇനിയും ചൂടോടെയുണ്ടെന്ന് അവർ പറഞ്ഞു. കൈകളിലും നെറ്റിയിലും മുറിവുകൾ, പെട്ടിക്കുള്ളിൽ നഖം കൊണ്ട് കോറിയ പാടുകൾ, ചില നഖങ്ങൾ പൊട്ടിയ നിലയിൽ. ഇവയെല്ലാം അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന സൂചനകളായി കണക്കാക്കപ്പെട്ടു. സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം ആശുപത്രി ജീവനക്കാർ അവളെ മരിച്ചതായി തെറ്റിദ്ധരിച്ചു. കല്ലറ കല്ലുകൊണ്ട് നിർമ്മിച്ചതിനാൽ അവർക്ക് കുറച്ചു സമയം ശ്വാസമെടുക്കാൻ കഴിയുമായിരുന്നെന്ന് വിദഗ്ധർ പറഞ്ഞു. എന്നാൽ 11 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടെ തന്നെ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. ഇതിനെ പ്രിമച്വർ ബ്യൂറിയൽ എന്നാണ് വിളിക്കുന്നത്. മരണമായി തെറ്റിദ്ധരിച്ച് ജീവനുള്ള ആളെ അടക്കം ചെയ്യുക. എനിക്കറിയാം, ഞാൻ ഈ കഥ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു മലയാള ചിത്രമുണ്ട്. അത് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ഇനി ശാസ്ത്രീയ വിശദീകരണം നമുക്ക് നോക്കാം. ചിലപ്പോഴൊക്കെ കാറ്റലസ്പി അല്ലെങ്കിൽ കോമ ലൈക്ക് സ്റ്റേറ്റ് മൂലം വ്യക്തി മരണസദൃശ്യമായ അവസ്ഥയിൽ പോകും. ശ്വാസം, ഹൃദയമിടിപ്പ് തുടങ്ങിയവ അത്ര മന്ദമാകുന്നത് കൊണ്ട് ഡോക്ടർമാർ പോലും തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് പല രാജ്യങ്ങളിലും മരണം ഉറപ്പാക്കാൻ മൾട്ടി സ്റ്റേജ് ടെസ്റ്റുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആദ്യ റിപ്പോർട്ടുകളിൽ 11 ദിവസം ജീവനോടെ കല്ലറയിലായിരുന്നു എന്ന് പറഞ്ഞുവെങ്കിലും പുതിയ ഫോറൻസിക് റിപ്പോർട്ടുകൾ അതിനെ സ്ഥിരീകരിക്കുന്നില്ല. ശരീരത്തിലെ പാടുകൾ ജീവൻ രക്ഷിക്കാൻ നടത്തിയ ശ്രമമല്ല, മരണത്തിന് ശേഷം ഉണ്ടാകുന്ന മാംസപേശി ചുരുങ്ങലുകൾക്കും സംസ്കാര സമയത്തെ പെട്ടി നീക്കലിനും കാരണമായിരിക്കാം എന്ന് വിദഗ്ധർ പറയുന്നു.